ഗോൾഡും സിൽവറും US താരിഫ് റദ്ദാക്കുന്നതോടെ ഗോൾഡിനും സിൽവറിനും എന്തുണ്ടാവും? ആളുകൾ പുതിയതായിട്ട് ഗോൾഡ് വാങ്ങണോ അതോ ഉള്ളത് വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ പറയുന്നതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് അറിയുന്ന ആളുകൾ തിരുത്തുക. ഇപ്പോൾ താരിഫ് നമ്മൾ റദ്ദാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പല രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം കൂടും. അപ്പോൾ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം കൂടുതൽ ആളുകൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിശ്ചിതത്വം ഉള്ളപ്പോഴാണ് ആളുകൾ സുരക്ഷാ നിക്ഷേപം എന്ന രീതിയിൽ ഗോൾഡിലേക്ക് സ്വർണത്തിലേക്ക് ആളുകൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യണേ. താരിഫ് കുറയുന്നതോടെ എന്തുണ്ടാവും? എല്ലാവർക്കും സേഫായിട്ട് തോന്നും. നിക്ഷേപകർ കൂടുതൽ ഗോൾഡ് വിറ്റിട്ട് നമ്മുടെ ഓഹരി വിപണിയിലേക്ക് പണം മാറ്റും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഗോൾഡ് കുറയാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പക്ഷേ ഈ അറിയുന്ന പോലെ തന്നെ ട്രംപിൻ്റെ കാര്യമായതുകൊണ്ട് നാളെ അതെങ്ങനെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യും, നാളെ ഇനി ട്രംപ് അത് എന്തെങ്കിലും വേറെ രീതിയിലൊരു പുതിയ എന്തെങ്കിലും ലോ കൊണ്ടുവരുമോ എന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സ്വാഭാവികമായിട്ടും ഗോൾഡിന് വില കുറയാനാണ് ചാൻസ്. ഇനി വെള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ ഗോൾഡിന് ഡിമാൻഡ് കുറയുമെന്നുള്ളത് ഉപരി വെള്ളിയുടെ കാര്യം ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടും. കാരണം കൂടുതൽ വ്യാപാരമൊക്കെ വരുമ്പോൾ കൂടുതൽ വെള്ളിക്ക് വ്യാവസായിക ഉണർവ് എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളിയുടെ ഡിമാൻഡ് കൂടും. സിൽവറിന് റേറ്റ് കൂടാൻ ആവശ്യക്കാർ കൂടുതൽ വരും. സിൽവറിന് ആവശ്യകത കൂടും. ഓട്ടോമാറ്റിക്കലി സിൽവറിന് എന്താ പറയുക, കൂടുതൽ റേറ്റ് എന്തായാലും കൂടാനാണ് നിലവിലെ ചാൻസ്. നമുക്കിനി ഇന്നും നാളെയൊക്കെ മാർക്കറ്റിലെ എന്താ പറയുക ചലനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓൾറെഡി നമുക്കറിയാം ഇലക്ട്രോണിക്സ്, സോളാർ പാനൽസ്, EV, അതുപോലെ തന്നെ ജ്വല്ലറി, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ സ്വർണത്തേക്കാൾ കൂടുതൽ ഈ വെള്ളിയാണ് ഉപയോഗിക്കണത്. അപ്പോൾ നമുക്ക് ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇന്ത്യ താരിഫ് കൂട്ടിയപ്പോൾ എന്തുണ്ടായി? ഗോൾഡ് അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം 50% നിന്നും താരിഫ് 18% കുറച്ചപ്പോൾ എന്തുണ്ടായി? ഗോൾഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് റീസെൻ്റ്ലി നോക്കിയാൽ കാണാം ഗോൾഡ് കുറച്ച് താഴേക്ക് വന്നു. പക്ഷേ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം $5000. അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഗോൾഡ് നമുക്ക് ഈ താരിഫുമായി ബന്ധപ്പെട്ട് കിടന്നല്ല. കാരണം ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്കുകളും പണപ്പെരുപ്പും അനുസരിച്ചാണ് ഗോൾഡിൻ്റെയൊക്കെ കൂടുതലും വരിക. ജനുവരി മാസത്തിലാണ് ഗോൾഡ് റെക്കോർഡായ 5100 കടന്നിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും ശ്രദ്ധിച്ച് മാത്രം ഇങ്ങനത്തെ നിക്ഷേപങ്ങളിലൊക്കെ നോക്കുക. എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. ഇതൊരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. മേ ബി ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം.